മക്കളെ നമ്മൾ പലതരം ജോലികൾ ഏൽപ്പിക്കാറില്ലേ? രക്ഷിതാവായ നമ്മൾ അവരോട് പറയുന്നത് ഒന്നും അവർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ള മറ്റൊന്നുമാണെങ്കിൽ നമ്മളും മക്കളും തമ്മിലെ ബന്ധം എത്ര അതൃപ്തികരമാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. രക്ഷിതാവായ അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ത് എന്ന് തിരിച്ചറിയുന്നതും അത് യഥാവിധി അനുസരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇത്തഖൽ മഹാരിം തകുൻ അഅബദന്നാസ്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക, എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും വലിയ ഇബാദത്തുകാരൻ നീയാകും. വർദി ബിമാ ഖസ്സമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. ഈ ലോകത്തെ ജീവിത വിഭവങ്ങളിൽ അള്ളാഹു നിനക്ക് എന്താണോ ഭാഗിച്ചു നൽകിയത് അതിൽ നീ സംതൃപ്തനാവുക, എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാൻ നീയാകും. നിഷിദ്ധങ്ങളിൽ നിന്ന് പാടെ വിട്ടുനിൽക്കുന്നവൻ ഏറ്റവും നല്ല അടിമയാവും എന്ന് പ്രഖ്യാപിക്കുക വഴി ഇസ്ലാമിനെ മറ്റുള്ള ആത്മീയ തത്വങ്ങളിൽ നിന്നും മാർഗങ്ങളിൽ നിന്നും വേറിട്ട ഒരു പ്രത്യയശാസ്ത്രമാക്കുകയാണ് ഈ ഉപദേശം. യഥാർത്ഥത്തിൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് കർമ്മപരമായി ഒന്നും ചെയ്യേണ്ടതില്ല, ബോധപൂർവം അവ ചെയ്യാതിരുന്നാൽ മാത്രം മതി. എന്നാൽ ഒരു നന്മ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രമകരമാണ് നിഷിദ്ധങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക എന്നത്. നമുക്കും അള്ളാഹുവിനുമിടയിലെ തടസ്സമായി ഏതെങ്കിലും ഒരു തിന്മ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനും അവനും നമ്മളും തമ്മിലെ അകലം നികത്താനും നാം പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇബ്ലീസിനെ അകറ്റി നിർത്താനുള്ള കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.